കുംഭമേളയ്ക്ക് സമാനമായ തിരുനാവായിലെ മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങിയത് ലക്ഷക്കണക്കിന് ഭക്തരാണ്. എന്നാൽ എല്ലാ ദുഷ്പ്രചാരണങ്ങളെയും ഇല്ലാതാക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ കണ്ടത്. സേവാഭാരതിയുടെ നേതൃത്വത്തിലായിരുന്നു മാതൃകാപരമായ ശുചീകരണ പ്രവർത്തനങ്ങൾ. ഇക്കാണുന്ന ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കേരളത്തിന്റെ കുംഭമേള നടന്നത്. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ നടന്ന കുംഭമേളയിൽ ഓരോ ദിവസവും 10,000-കണക്കിന് ഭക്തരെത്തി. പിന്നീടത് ലക്ഷങ്ങളായി മാറി. ഇത്രയും ജനസംഖ്യ ഒഴുകി എത്തിയിട്ടും പാരിസ്ഥിതിക പ്രശ്നങ്ങളോ മാലിന്യ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. ദുഷ്പ്രചാരണങ്ങളെ മറികടക്കുന്നതായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. സാമാന്യ നിലയ്ക്ക് ആൾക്കൂട്ടം വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബഹളവും കാര്യങ്ങളാണ്. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ, ഒരു ഭേദഭാവവും ഇല്ലാതെ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് കൂടി വളരെ അനുശാസനത്തോടു കൂടി ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നെങ്കിലും ഒരു അനിഷ്ട സംഭവം പോലും കൂടാതെ കാര്യങ്ങൾ നടന്നു. അതുകൊണ്ട് ആൾക്കാർ കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു മാലിന്യങ്ങളെല്ലാം നീക്കി പരിസരം സ്വച്ഛമായിട്ട് നിലനിർത്താനുള്ള പരിശ്രമം, ആ ഒരു യജ്ഞമാണ്. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിന്റെ നേതൃത്വത്തിലായിരുന്നു മഹാമഘ മഹോത്സവം നടന്നത്. ജനസഞ്ചയത്തെ മാനേജ് ചെയ്യുക, അവർക്ക് കഴിയാവുന്നത്ര സേവാപ്രവർത്തനങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കി നൽകുക, ഈ പരിസരവും ചുറ്റുപാടുമൊക്കെ ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാകാത്ത രീതിയിൽ വൃത്തിയായി ഇരിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്. ആ ദൗത്യം ഏറ്റവും ഭംഗിയായി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ സേവാഭാരതിയുടെ മഹാശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ഓരോ ദിവസങ്ങളിലും രാത്രിയിൽ തന്നെ നിളയോരവും യാഗശാലയും പരിസര പ്രദേശങ്ങളും സേവാഭാരതി പ്രവർത്തകർ ശുചീകരിച്ചിരുന്നു. ഇന്നത്തെ മഹാശുചീകരണം വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിഞ്ഞായിരുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കൾ നേതൃത്വം നൽകി. ലക്ഷങ്ങളാണ് കുംഭമേളയ്ക്ക് സമാനമായ മഹാമഘ മഹോത്സവത്തിൽ പങ്കെടുത്ത് ആത്മസംതൃപ്തിയോടെ മടങ്ങിയത്. എന്നാൽ ഇത്രയും പേർ വന്നിട്ടും മാലിന്യത്തിന്റെ ഒരംശം പോലും ഈ ഭാരതപ്പുഴയുടെ തീരത്ത് എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. സേവാഭാരതിയുടെ നിസ്വാർത്ഥമായ സേവന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതിനു പിന്നിൽ. തിരുനാവായിൽ നിന്നും ക്യാമറമാൻ സന്തോഷ് കാവലക്കാടിനൊപ്പം ശിവദാസ് കൽമനം, ജനം.